നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്കിത് പറയാൻ കൊള്ളായിരുന്നോ? ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടത് നിന്നെയാ. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റ്? പാർവതി ഒന്നും എടുക്കാതെ പോകുമ്പോ വിശാൽ എല്ലാം കൊണ്ടുപോകുന്നത് ശരിയാണോ? വിനയ്, നീ മിണ്ടരുത്. നീ ഒന്ന് ന്യായീകരിക്കാനും ശ്രമിക്കണ്ട. വിശാലെ മോനെ, എന്റെ പൊന്നു മോനെ, അമ്മയുടെ പൊന്നു മോനെ ഇവിടുന്ന് പോവല്ലേ. എടാ മോനെ, നീ പോയാ അതെനിക്ക് വലിയ സങ്കടമാവും. ദേ, എന്റെ മക്കളെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാ മോനെ. നീ പോവല്ലടാ, നീ ഇവിടുന്ന് പോവല്ലേ. അവൻ പോകുന്ന പോട്ടെ അമ്മേ. വിനയ്, അവന് വെറുതെ അവന്റെ ഭാര്യയാണ്, അല്ലാതെ അമ്മയല്ല. അതവൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? എല്ലാം ഉപേക്ഷിക്കുമ്പോ കമ്പനിയിൽ നിന്റെ സ്ഥാനവും നീ ഉപേക്ഷിക്കണം. എന്താ, അതിന് നിനക്ക് സാധിക്കൂ? എടാ, നിന്റെ ഉള്ളിലിരിപ്പേ എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ ഒരു തർക്കത്തിനും വഴക്കിനൊന്നും ഞാനില്ല. പാർവതി കമ്പനിയിലെ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചിരിക്കുക. അതുപോലെ തന്നെ ഞാനും എന്റെ സ്ഥാനം രാജിവെക്കുക. മോനെ, ഇതെല്ലാം ഉപേക്ഷിച്ചാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കോടാ? അവര് കൂലിവേലെടുത്ത് ജീവിക്കും, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതെ, കൂലിവേല എടുക്കേണ്ട സാഹചര്യം വന്ന അത് ചെയ്തല്ലേ മതിയാവൂ. ഞാൻ അത് ചെയ്യും. അത് ചെയ്യുന്നതില് എനിക്ക് യാതൊരു അഭിമാന കുറവുമില്ല. വിശാൽ സർ, പാർവതി, നീ വാ, നമുക്കിറങ്ങാം. വിശാലെ മോനെ, 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 നീ പോലടാ. നീ ഇവിടുന്ന് പോയാ എനിക്കത് താങ്ങാൻ പറ്റൂടാ മോനെ. ഞാൻ എങ്ങനെയത് സഹിക്കുന്നത്? പോവല്ലടാ. പാർവതി അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയിക്കോട്ടെ. നീ എങ്ങനെയാടാ മോനെ പോകുന്നത്? ഇത് വിധിയാണമ്മേ, അതനുഭവിച്ചാൽ മതിയാവും. മോനെ, സന്തോഷത്തോടെ സന്തോഷത്തോടെ വേണം അമ്മ ഞങ്ങളെ യാത്രയാക്കാൻ. പാർവതി, പോ. ഒരു ഉപകാരം ചെയ്യണം. ദേവമ്മയുടെ ഒരു ഫോട്ടോ എനിക്ക് വേണം. അതുകൂടെ കൊണ്ടുപോകാൻ അനുവദിക്കണം. അയ്യോ എന്റെ മോളെ, നീ ഇതെല്ലാം സോമനസാലെ എനിക്ക് എഴുതി തന്നതല്ലേ? എന്നിട്ടിപ്പോ ഗായത്രി ചേച്ചിയുടെ ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ച് എന്തിനാ മോളെ എന്നോട് ചോദിക്കുന്നത്? നീ പോയി എടുത്തോ, ചെല്ല്. അമ്മേ, പ്രഭാവതി അമ്മ ഇങ്ങനെ ചതിക്കൂന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ഇപ്പോ പൂർണ്ണമായും എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തല മുഴുവൻ ചുറ്റോ. എനിക്ക്
ഒരു ഊഹവും കിട്ടുന്നില്ല അമ്മ. അമ്മയ്ക്ക് ഞാൻ നൽകിയ വാക്ക് എനിക്ക് പാലിക്കാനായില്ല. അമ്മയും വിശാൽ സാറിനെയും മാന്ത്രിക പ്രയോഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാ അന്നേരം മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ആ മുദ്രപത്രങ്ങളിൽ ഒപ്പിട്ട് കൊടുത്തത്. അത് പ്രഭാവതി അമ്മ മുതലെടുത്തു. അവര് ബുദ്ധിപൂർവം പ്രവർത്തിച്ചു. എന്നെ വെറും കൈയോടെ തുരത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അത് അവര് സാധിച്ചെടുത്തു അമ്മ. പക്ഷെ ഞാൻ തനിയെ ഇവിടുന്ന് പോകുന്നത് വിശാൽ സാറിന് സഹിക്കാനാവില്ല. സാറും എന്റെ ഒപ്പം വരുവാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും സാറ് കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ കാരണം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ച് സാറും എന്റെ ഒപ്പം വരുവോ? ഞങ്ങള് ഇറങ്ങും അമ്മ. എവിടെ പോണോന്നോ എങ്ങനെ ജീവിക്കുമെന്നോ അറിയില്ല. ആകെയുള്ള തുണ ഉദയനൊരമ്മയും ദേവമ്മയുമാ. ഞങ്ങൾക്ക് നിങ്ങൾ മാത്രം മതി. എന്തോ സൂചനയാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.